കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ആരും പിക്കപ്പ് ചെയ്യാൻ വന്നില്ല, ഡ്രോപ്പ് ചെയ്യാൻ വന്നില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്, നാട്ടിലെ ഏജൻസികൾ മൊത്തത്തിൽ ആൾക്കാരെ മുന്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ കൊച്ചിക്കാരൻ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു. അതിനുശേഷം അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസ് ഓൺ ദ വാൾ സ്ട്രീറ്റ് വന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. ജർമ്മനിക്ക് പഠിക്കാൻ വരുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് കോൺട്രാക്ട് എഴുതിയിട്ടുള്ള ഏജൻസികളായിട്ട് നിങ്ങൾ ഡീലിൽ നിൽക്കണം. അപ്പൊ ഞാൻ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് അഗ്രിമെന്റ് എഴുതും, ഏതൊക്കെ സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതിൽ 100% ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കോഴ്സ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളെ ജർമ്മനിയിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് റൂം അസിസ്റ്റൻസ് ഉണ്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ അഗ്രിമെന്റിൽ. അങ്ങനെ ഫൈനലി ഞാനതാ പോയിട്ട് നമ്മളെ ഐശ്വര്യമായിട്ട് ജർമ്മനിയിൽ ഡോണർ മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെക്കനെ സ്വീകരിച്ചത്. അതിനുശേഷം നേരെ പോയി റൂമിൽ പോയി ഡ്രോപ്പ് ചെയ്തു. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങണല്ലോ. അങ്ങനെ ഞാൻ നേരെ പോയി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത്. അവിടെയാണെന്നുണ്ടെങ്കിൽ കത്ത ഇഷ്യൂ, അമ്മാരി ഹോട്ടൽ ബുക്ക് ആയിട്ടില്ല, പേയ്മെന്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കുറെ ഡിലേക്ക്. പുലർച്ചെ 3 മണിക്ക് കിടന്നുറങ്ങാനുള്ള മൈൻഡായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്ത് പോയപ്പോൾ ഇവന്മാരുടെ വക ഒരു 40-45 മിനിറ്റ് പോസ്റ്റ്, പട്ടി പോസ്റ്റ്. അതിനുശേഷം നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിക്കപ്പ് മാത്രമല്ല, ഞാനൊരു ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട്. അപ്പം